വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വചനവർഷമായി ആചരിക്കുന്ന വർഷമാണല്ലോ ഇത്. ഇതിൻ്റെ ഭാഗമായി ബൈബിളിലെ ഓരോ പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുന്ന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പരിചയപ്പെട്ടത് വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനവും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളെയും പറ്റി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടുമുട്ടി. ഇന്നത്തെ ദിവസം നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം പരിചയപ്പെടുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെ പല രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ആർക്ക് വേണ്ടി എഴുതപ്പെട്ട ലേഖനമാണ് ഇത് എന്നതിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നോക്കുമ്പോൾ ഇത് സഭാ സമൂഹത്തിന് എഴുതിയ ലേഖനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം, കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങൾ, എഫേസ്യോസുകാർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം എന്നതുപോലെ ഗലാത്യയിലെ സഭകൾക്ക് പൗലോസ്ലീഹ എഴുതിയ ലേഖനമാണ് ഗലാത്യർക്കുള്ള ലേഖനം. ഇനി രണ്ടാമത് പൗലോസ്ലീഹായുടെ 14 ലേഖനങ്ങളെ നമുക്ക് ഇതിൻ്റെ ആധികാരികത ആര് എഴുതി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കുമ്പോൾ പൗലോസ്ലീഹ ആധികാരികമായി എഴുതിയ ലേഖനങ്ങളിൽ പെട്ട 7 ലേഖനങ്ങളിൽ പെട്ട ഒന്നാണ് ഗലാത്യർക്കുള്ള ലേഖനം എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ഏത് കാലഘട്ടത്തിൽ എഴുതിയ ലേഖനം എന്നതിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ആദ്യകാല ലേഖനങ്ങളിൽ പെടുന്നത് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനമാണ്. മുഖ്യ ലേഖനങ്ങൾ എന്ന വേർതിരിവിൽ വരുന്നതാണ് ഗലാത്യർക്കുള്ള ലേഖനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനവും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങളും പോലെ മുഖ്യ ലേഖനം എന്ന് അറിയപ്പെടുന്ന പൗലോസ്ലീഹയുടെ ലേഖനമാണ് പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ഈ ലേഖനം. ഇനിയും ഇതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ഉള്ളടക്കത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉപദേശപരമായും സഭാവിജ്ഞാനീയ ലേഖനങ്ങളുണ്ട്, അജപാലന ലേഖനങ്ങളുണ്ട്, ജയിലിൽ വെച്ച് കാരാഗൃഹത്തിൽ വെച്ച് പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളുണ്ട്. ഈ 4 വേർതിരിവുകളിൽ ഉപദേശപരം അല്ലെങ്കിൽ പ്രബോധനപരമായ ഒരു ലേഖനമാണ് ഗലാത്യർക്കുള്ള ലേഖനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കും മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും നമുക്ക് പ്രവേശിക്കാം. ഗലാത്യർക്കുള്ള ലേഖനത്തിൻ്റെ രചയിതാവ് ആര്? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പൗലോസ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന 14 ലേഖനങ്ങളിൽ പൗലോസ്ലീഹായുടെ തന്നെ ലേഖനമെന്ന് ആധികാരികമായി പറയപ്പെടുന്ന 7 ലേഖനങ്ങളിൽ ഒന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം. മറ്റു പല ലേഖനങ്ങളെപ്പറ്റിയും അതിൻ്റെ എഴുത്തിനെപ്പറ്റി, അതിൻ്റെ രചയിതാവ് ആര് എന്ന ചോദ്യത്തെപ്പറ്റി സംശയങ്ങൾ ഉണ്ടാകുമ്പോഴും ഗലാത്യർക്കുള്ള ലേഖനത്തെപ്പറ്റി അങ്ങനെ ഒരു സംശയവും പണ്ഡിത സമക്ഷം ഇല്ല. കാരണം പൗലോസ്ലീഹായുടെ ജീവിതത്തിലെ ആത്മകഥാപരമായ പല വിശേഷണങ്ങളും പല കാര്യങ്ങളും ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗലാത്യർക്കുള്ള ലേഖനം പൗലോസ്ലീഹ തന്നെയാണ് എഴുതിയത് എന്നതിന് ബൈബിൾ പണ്ഡിതർക്കിടയിൽ യാതൊരു സംശയവും സന്ദേഹവും ഇടയില്ല. എന്നാണ് ഈ ഗലാത്യർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത്? ഗലാത്യർക്കുള്ള ലേഖനം എഴുതപ്പെട്ടത് എന്നാണ് എന്നതിനെപ്പറ്റി വ്യക്തമായ തെളിവുകളോ അറിവോ നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോഴും അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന അറിവ് വെച്ച് ഇത് ഏകദേശം AD 54-നും 58-നും ഇടയിൽ രചിക്കപ്പെട്ടതാകാൻ സാധ്യതയുണ്ടെന്നാണ് പണ്ഡിതർ പറയുന്നത്. കാരണം ഈ ലേഖനത്തിൽ പറയുന്ന കാര്യം ഒരു വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ജെറുസലേം സുനഹദോസിനെ പറ്റിയുള്ള പരാമർശമാണ്. ജെറുസലേം സുനഹദോസ് നടന്നത് AD 48-നും 50-നും 51-നും ഒക്കെ ഇടയിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജെറുസലേം സുനഹദോസിന് ശേഷം എഴുതപ്പെട്ട ഒരു ലേഖനമാണ് ഇത്. അതുപോലെ തന്നെ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം AD 58 രചിക്കപ്പെട്ടതാണെന്ന് പണ്ഡിത പക്ഷമുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന് മുൻപ് എഴുതപ്പെട്ട ലേഖനം കൂടിയാണ് ഇത്. കാരണം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന പല കാര്യങ്ങളും അതിൻ്റെ മൂലഭാവത്തിൽ നമുക്ക് ഗലാത്യർക്കുള്ള ലേഖനത്തിൽ കാണാൻ സാധിക്കും. വളരെ പ്രത്യേകമായി
വിശ്വാസം വഴിയുള്ള നീതീകരണം. ആ ഒരു തീമിനെ പറ്റി വളരെ വ്യക്തമായി പൗലോസ്ലീഹ ഈ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പറയുന്ന വിശ്വാസത്തിലൂടെയുള്ള നീതീകരണത്തിൻ്റെ കുറെ കൂടെ ബൃഹത്തായ ഒരു വിശദീകരണമാണ് നമുക്ക് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ AD 54 58 ഇടയിൽ ഗലാത്യർക്കുള്ള ലേഖനം രചിക്കപ്പെട്ടു എന്നാണ് നാം കരുതുന്നത്. അടുത്തതായി നാം കാണുന്നത് ഗലാത്തിയൻ സഭയെപ്പറ്റിയാണ്. ഗലാത്തിയ എന്ന ഭൂപ്രദേശം ഭൂമിശാസ്ത്രപരമായി എവിടെയാണ് സ്ഥിതി ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ റോമൻ സാമ്രാജ്യത്തിലെ ഇന്നത്തെ ആധുനിക തുർക്കിയുടെ ഭാഗമായിരുന്നു പഴയ ഗലാത്യ എന്ന് വേണം നാം അനുമാനിക്കാൻ. സെൽറ്റിക് വംശജരായ ആളുകൾ തിങ്ങി വസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഗലാത്യ എന്നാണ് പറയപ്പെടുന്നത്. അവിടെ പൗലോസ്ലീഹ തൻ്റെ മിഷണറി ദൗത്യവുമായി കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ച് അവിടെ ക്രിസ്തു വിശ്വാസം പ്രചരിപ്പിച്ചു എന്നാണ് പറയുന്നത്. ആ വിശ്വാസം സ്വീകരിച്ച ആളുകളാണ് ഗലാത്യൻ സഭയിലുണ്ടായിരുന്നത്. അടുത്തതായി ഗലാത്യർക്കുള്ള ലേഖനത്തിൻ്റെ അനന്യതയെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പൗലോസ്ലീഹ എഴുതിയ 14 ലേഖനങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനം എഴുതിയിരിക്കുന്നത്. മറ്റു ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലേഖനത്തിന് തുടക്കത്തിലും അവസാനത്തിലും സമാധാന ആശംസകളോ നന്ദി പറച്ചിലുകളോ കാണുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ലേഖനങ്ങളെല്ലാം പൗലോസ്ലീഹ അഭിസംബോധന ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് കൊറിന്തോസിലെ സഭ, റോമായിലെ സഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനം മറ്റു ലേഖനങ്ങളൊക്കെയും അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഗലാത്യർക്കുള്ള ലേഖനത്തിലേക്ക് നമ്മൾക്ക് കടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഭ എന്ന ഏകവചനം ഉപയോഗിക്കുന്നതിന് പകരം ഗലാത്യയിലെ സഭകൾക്ക് എഴുതുന്നത് എന്ന രീതിയിലാണ് പൗലോസ്ലീഹ ഈ ലേഖനത്തെ അഭിസംബോധന ചെയ്യുന്നത്. 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നോട് കൂടെയുള്ള എല്ലാ സഹോദരരും ഗലാത്യയിലെ സഭകൾക്ക് എഴുതുന്നത്. അപ്പോൾ ഏകവചനത്തിൽ നിന്ന് ബഹുവചനം ഇവിടെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു അനന്യത ഈ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ആർക്ക് വേണ്ടി എഴുതപ്പെട്ടു? ഗലാത്യയിലെ സഭ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു നഗരത്തിലോ പട്ടണത്തിലോ ഉള്ള വിശ്വാസികൾ എന്നതിനേക്കാളും ഒരു പ്രദേശത്തുള്ള പല നഗരങ്ങളും പട്ടണങ്ങളും കോർത്തിണക്കിയ ഒരു പ്രദേശത്തെ സഭാ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനം എഴുതിയതെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ്ലീഹായുടെ ഗലാത്യർക്കുള്ള ലേഖനത്തിൻ്റെ മറ്റു ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതിൽ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ പൗലോസ്ലീഹായുടെ ജീവിതകഥ വളരെ നന്നായി ഇതിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ആത്മകഥാപരമായ പല അംശങ്ങളും ഈ ലേഖനത്തിൽ വളരെയധികമായി പ്രതിഫലിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രപരവും സമയാനുക്രമവുമായ പല വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പൗലോസ്ലീഹ തന്നെ വിശേഷിപ്പിക്കുന്നത് നിയമവും ആചാരങ്ങളുമൊക്കെ കർശനമായി അനുഷ്ഠിച്ചിരുന്ന, തോറ വളരെ കർശനമായി അനുഷ്ഠിച്ചിരുന്ന ഒരു ഫരിസേയന എന്ന രീതിയിലാണ് പൗലോസ്ലീഹ തന്നെ ഈ ലേഖനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ തീക്ഷ്ണത കൊണ്ട്, തോറായോടുള്ള തീക്ഷ്ണത കൊണ്ട്, യഹൂദ നിയമങ്ങളോടുള്ള തീക്ഷ്ണത കൊണ്ട് ക്രൈസ്തവ സഭയെ ആദ്യം പീഡിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് പൗലോസ്ലീഹ സ്വയം സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് പൗലോസ്ലീഹ തനിക്കുണ്ടായ ആത്മീയമായ അനുഭവം, പൗലോസ്ലീഹയുടെ മാനസാന്തരത്തെപ്പറ്റി ഈ ലേഖനത്തിൽ വിവരിക്കുന്നു. ഈ മാനസാന്തരത്തിലൂടെ സഭയെ പീഡിപ്പിച്ചിരുന്ന താൻ ക്രിസ്തുവിനെ എങ്ങനെ പ്രഘോഷിക്കാൻ ആരംഭിച്ചു എന്നത് പൗലോസ്ലീഹ വ്യക്തമായി ഈ ലേഖനത്തിലൂടെ പറയുകയാണ്. മൂന്നാമതായി പൗലോസ്ലീഹ പറയുന്നത് തൻ്റെ മാനസാന്തരത്തിന് ശേഷം താൻ അറേബ്യയിലേക്ക് കടന്നുപോയി അതിനുശേഷം ദമാസ്കസിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള കാര്യമാണ്. ദമാസ്കസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നാലാമതായി പൗലോസ്ലീഹ ചെയ്യുന്നത് 3 വർഷത്തിന് ശേഷം ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ശ്ലീഹന്മാരുടെ തലവനായ പത്രോസ്ലീഹായെ കണ്ടുമുട്ടുകയും പത്രോസ്ലീഹായുടെ കൂടെ 2 ആഴ്ച താമസിക്കുകയും ചെയ്തു. ആ താമസിക്കുന്ന വേളയിൽ തന്നെ യാക്കോബ് സ്ലീഹായെയും അദ്ദേഹം കണ്ടുമുട്ടുന്ന കാര്യം ഗലാത്യർക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. തുടർന്ന് പൗലോസ്ലീഹ താൻ സിറിയയിലും കിലീക്കിയായാലും സമയം ചെലവഴിച്ചതിനെ പറ്റിയും സുവിശേഷ പ്രഘോഷണം നടത്തുന്നതിനെ പറ്റിയും ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിനുശേഷം 14 വർഷങ്ങൾക്ക് അപ്പുറമാണ് പൗലോസ്ലീഹ 2ാമത് ജെറുസലേം സന്ദർശിക്കുന്നത്.
ആ സന്ദർശന വേളയിൽ പൗലോസ് ശ്ലീഹായുടെ കൂടെ ബർണബാസും തീത്തോസും ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ചേർന്ന് പത്രോസ്, യാക്കോബ് ശ്ലീഹ, യോഹന്നാൻ ശ്ലീഹ എന്നിവരെ കണ്ടുമുട്ടുന്ന കാര്യവും പൗലോസ് ശ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. അടുത്തതായി പൗലോസ് ശ്ലീഹ വിവരിക്കുന്നത് ജെറുസലേമിൽ വെച്ച് യാഥാസ്ഥിതികരായ ക്രിസ്ത്യാനികൾ എല്ലാവരും, വിജാതീയ ക്രിസ്ത്യാനികളും പരിച്ഛേദനം സ്വീകരിക്കണമെന്ന് ശഠിക്കുന്നതിനെ പറ്റിയും അതിനെ പൗലോസ് ശ്ലീഹ എതിർത്തതിനെ പറ്റിയുമൊക്കെ പൗലോസ് ശ്ലീഹ തന്റെ ഈ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. തുടർന്ന് പൗലോസ് ശ്ലീഹ വിവരിക്കുന്നത് ജെറുസലേമിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് പത്രോസ് ശ്ലീഹായുമായി ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസത്തെ പറ്റിയാണ്. പത്രോസ് ശ്ലീഹ യഹൂദരല്ലാത്ത, പരിച്ഛേദനം സ്വീകരിക്കാത്ത ക്രിസ്ത്യാനികളുമായി ഒരുമിച്ച് ഭക്ഷണം പങ്കിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. എങ്കിലും യാഥാസ്ഥിതികരായ യഹൂദ ക്രിസ്ത്യാനികൾ അവിടെ കടന്നു വന്നപ്പോൾ അദ്ദേഹം ഈ പതിവ് തെറ്റിച്ച് വിജാതീയരായ, പരിച്ഛേദനം സ്വീകരിക്കാത്ത ക്രിസ്ത്യാനികളോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ആ പതിവ് അദ്ദേഹം നിർത്തിയതിനെ പറ്റി പൗലോസ് ശ്ലീഹ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം പൗലോസ് ശ്ലീഹ ഇതിൽ വിവരിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് പൗലോസ് ശ്ലീഹ ഗലാത്യ സഭയിലേക്ക് എങ്ങനെ സുവിശേഷ പ്രഘോഷണവുമായി എത്തി എന്നതിനെ പറ്റി അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് ഗലാത്യയിലൂടെ വേറെ ഏതോ സ്ഥലത്ത് അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിനായി കടന്നു പോകുമ്പോൾ ഗലാത്യയിൽ വെച്ച് അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും ആ രോഗബാധയുടെ സമയത്ത്, അവിടെ നിന്ന് ആ രോഗബാധയിൽ നിന്ന് വിമുക്തമാകുന്ന സമയത്താണ് അദ്ദേഹം ഈ ഗലാത്യയിലെ സഭയ്ക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നതും ഗലാത്യയിലെ സഭയെ ക്രിസ്തുവിന്റെ സുവിശേഷത്താൽ നവീകരിച്ച് അവരെയെല്ലാം ക്രിസ്ത്യാനികളാക്കുന്നതും. ഇതും അദ്ദേഹം ഗലാത്യർക്കുള്ള ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. ഇതേ തുടർന്ന് സുവിശേഷ പ്രഘോഷണത്തോട് അനുബന്ധിച്ച് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന വേദനകളെയും കഷ്ടപ്പാടുകളെയും പറ്റിയും അദ്ദേഹം ഈ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പൗലോസ് ശ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ വിവരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത കഥയെ നമുക്ക് ഈ ലേഖനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗലാത്യയിലെ സഭയെപ്പറ്റി പറയുമ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഈ സഭയുമായി പൗലോസിന് ഉണ്ടായിരുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ കാര്യം കൂടിയാണ്. കാരണം പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ എന്നാണ്. പൗലോസ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്താൽ ക്രിസ്ത്യാനികളാക്കിയവരാണ് ഗലാത്യയിലെ സഭയിലെ ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ അവരുമായി വൈകാരികമായ ഒരു ബന്ധം പൗലോസ് ശ്ലീഹായ്ക്കുണ്ട്. ആ വൈകാരികത ഈ ലേഖനത്തിലുടനീളം നമുക്ക് കാണുവാനും സാധിക്കും. പൗലോസ് ശ്ലീഹ ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് നൽകിയ സുവിശേഷം മറന്നുപോയോ എന്നുള്ള വൈകാരികമായ ഒരു ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ ലേഖനം എഴുതുന്നത് പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയിൽ നടത്തിയ സുവിശേഷ പ്രഘോഷണം അതിന് ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറമല്ല, അതിനോട് അനുബന്ധിച്ചുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതിയത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ സഭയുമായി പൗലോസ് ശ്ലീഹായ്ക്ക് ഉണ്ടായിരുന്ന പിതൃസഹജമായ ഒരു വാത്സല്യവും ഒരു കരുതലും ഈ ലേഖനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബഹുഭൂരിപക്ഷവും പൗലോസ് ശ്ലീഹ സ്വയം മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കിയ ഒരു സമൂഹമാണെങ്കിലും ഈ സമൂഹത്തിലും യഹൂദരായ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അടുത്തതായി നമ്മുടെ മുമ്പിൽ ഉയരുന്ന ചോദ്യം എന്നത് എന്തിനു വേണ്ടിയാണ് പൗലോസ് ശ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനം എഴുതിയത് എന്ന ചോദ്യമാണ്. ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം പൗലോസ് ശ്ലീഹയുടെ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ തന്നെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. പൗലോസ് ശ്ലീഹ സുവിശേഷ പ്രഘോഷണം നടത്തി മാനസാന്തരപ്പെടുത്തി ക്രിസ്ത്യാനികളാക്കിയ ഈ സഭാ സമൂഹത്തിലേക്ക് മറ്റൊരു സുവിശേഷവുമായി ഒരു കൂട്ടം ആളുകൾ കടന്നു വരികയും പൗലോസ് ശ്ലീഹായുടെ ആധികാരികതയും പൗലോസ് ശ്ലീഹ പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ആധികാരികതയും പറ്റി സംശയങ്ങളും വേവലാതികളും ഈ സഭാ സമൂഹത്തിൽ ഉളവാക്കുകയും ചെയ്തു. ഈ സുവിശേഷ പ്രഘോഷകരുടെ വാക്കുകളിൽ ആകൃഷ്ടരായി കുറേയധികം സഭാമക്കൾ, ഗലാത്യയിലെ സഭാമക്കൾ അതിൽ ആകൃഷ്ടരായി പോയതും പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് പൗലോസ് ശ്ലീഹ ഈ ലേഖനം എഴുതിയത്? പൗലോസ് ശ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനം എഴുതാനുണ്ടായ കാരണം എന്തെന്ന് പൗലോസ് ശ്ലീഹായുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ്. പൗലോസ് ശ്ലീഹ സുവിശേഷം പ്രഘോഷിച്ച് ക്രിസ്ത്യാനികളാക്കി സഭാസമൂഹം പടുത്തുയർത്തി അവിടെ നിന്ന് യാത്രയായതിനു ശേഷം വേറൊരു കൂട്ടം ആളുകൾ വന്ന് പൗലോസ് ശ്ലീഹായുടെ ആധികാരികതയെപ്പറ്റിയും അദ്ദേഹം പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ആധികാരികതയെപ്പറ്റിയും തെറ്റായ ധാരണകൾ ഈ ഗലാത്യയിലെ സഭയിലെ വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും അവർ അതിൽ ആകൃഷ്ടരാകുകയും ചെയ്തു.
ഈ അജപാലനപരമായ വെല്ലുവിളിയെ നേരിടാൻ വേണ്ടിയിട്ടാണ് പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള ലേഖനം എഴുതുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ആരാണ് ഈ സുവിശേഷം, മറ്റൊരു സുവിശേഷം പ്രസംഗിച്ച ഈ കൂട്ടർ ആരാണ്? ഇവർ ആരാണെന്നുള്ളതിന് വ്യക്തമായ ഉത്തരം പൗലോസ്ലീഹ തരുന്നില്ല തൻ്റെ ലേഖനത്തിലൂടെ. എന്നാലും ഗലാത്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും 5-ാം അധ്യായം 10-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലുമെല്ലാം പൗലോസ്ലീഹ ഈ കൂട്ടരെ വിശേഷിപ്പിക്കുന്നത് അസ്വസ്ഥത ഉളവാക്കുന്നവർ, ഭിന്നത ഉളവാക്കുന്നവർ എന്നുള്ള വാക്കുകളിലൂടെയാണ്. അപ്പോൾ ഇവർ കടന്നു വന്ന് പൗലോസ്ലീഹ പ്രസംഗിച്ചതിൽ നിന്ന് വിഭിന്നമായ ഒരു സുവിശേഷം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്താണ് ഇവർ വ്യത്യസ്തമായി പഠിപ്പിച്ച സുവിശേഷം? ഈ ലേഖനത്തിലൂടെ കടന്നു പോകുമ്പോൾ പൗലോസ്ലീഹ മുൻപോട്ട് വയ്ക്കുന്ന വാദപ്രതിവാദങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ വ്യത്യസ്തമായ സുവിശേഷം പഠിപ്പിച്ചവർ 3 കാര്യങ്ങളാണ് വളരെ പ്രധാനമായി മുൻപോട്ട് വെച്ചത്. ഒന്നാമത്തെ കാര്യം, പരിച്ഛേദനം ആവശ്യമാണ്. പരിച്ഛേദനത്തിലൂടെ മാത്രമാണ് ഒരുവൻ അബ്രഹാമിന്റെ കുടുംബത്തിലെ അംഗമാകുന്നതും അല്ലെങ്കിൽ അബ്രഹാത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളുടെ അവകാശിയാകുന്നതും എന്നതാണ് ഇവർ ആദ്യമായി മുൻപോട്ട് വെച്ച കാര്യം. രണ്ടാമതായി ഇവർ മുൻപോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗമാകുന്ന ഓരോരുത്തനും, അത് യഹൂദനും വിജാതീനുമാകട്ടെ, ഇവർ 2 പേർക്കും തോറ അനുഷ്ഠാനത്തിലൂടെ മാത്രമേ ജീവന്റെ വെളിച്ചം, നിത്യജീവനിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. രണ്ടാമതായി ഇവർ എടുത്തു കാട്ടുന്നത്, യേശുക്രിസ്തുവിന്റെ രക്ഷാകരമായ മരണത്തിലൂടെ ദൈവവുമായി പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ക്രിസ്ത്യാനികളായ എല്ലാവരും പഴയ ഉടമ്പടിയുടെ ഭാഗമായ തോറയുടെ അനുഷ്ഠാനത്തിലൂടെ നിത്യജീവന് അവകാശികളാകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി അവർ എടുത്തു കാട്ടുന്ന കാര്യമെന്ന് പറയുന്നത്, തോറായുടെ വിശ്വസ്തമായ പരിപാലനത്തിലൂടെയാണ് യേശുക്രിസ്തുവിലുള്ള ജീവിതത്തിൽ മുൻപോട്ട് പോകാനും അതുപോലെ തന്നെ ശരീരത്തിന്റെ ഇച്ഛകളെ അതിജീവിച്ച് നിത്യജീവനിലേക്കുള്ള പാതയിൽ കടന്നു ചെല്ലാനും ഒരുവന് സാധിക്കുകയുള്ളൂ എന്ന കാര്യമാണ്. പൗലോസ്ലീഹ പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷമായി അവർ മുമ്പോട്ട് കൊണ്ടുവരുന്നത് ഈ 3 കാര്യങ്ങളാണ്. 1, പരിച്ഛേദനത്തിന്റെ ആവശ്യം. 2, തോറായുടെ പ്രാധാന്യം. 3, തോറായുടെ അനുഷ്ഠാനത്തിലൂടെയാണ് ഒരുവൻ ക്രിസ്തീയ ജീവിതത്തിൽ വളരുന്നത് എന്നുള്ള കാര്യം. ഈ 3 കാര്യങ്ങളോടൊപ്പം അവർ പൗലോസ്ലീഹായുടെ ആധികാരികതയും ചോദ്യം ചെയ്യുന്നതായി നമുക്ക് പൗലോസ്ലീഹയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടത് പൗലോസ്ലീഹ ഗലാത്യർക്കുള്ള എഴുതിയ ലേഖനത്തിൻ്റെ പൊതുവായ കുറച്ച് കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, അതിൻ്റെ രചയിതാവ് ആര്, അതിൻ്റെ സ്വീകർത്താവ് ആര്, അത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു, എന്തുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ലേഖനം എഴുതിയത്, ഗലാത്യയിലെ സഭ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഇതുവരെയും നമ്മൾ കണ്ടുമുട്ടിയത്. അടുത്തതായി നമ്മൾ കാണുന്നത് ഗലാത്യർക്കുള്ള ലേഖനത്തിന്റെ പ്രബോധനപരമായ ഉള്ളടക്കത്തെ പറ്റിയാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെ മുൻപോട്ട് വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പൗലോസ്ലീഹായുടെ അപ്പസ്തോലിക ശുശ്രൂഷയെപ്പറ്റി പൗലോസ്ലീഹായ്ക്ക് തന്നെയുള്ള സ്വയമേവ ഉണ്ടായിരുന്ന അവബോധമാണ്. രണ്ടാമത്, താൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അനന്യതയെ പറ്റിയുള്ള പൗലോസ്ലീഹായുടെ ഉത്തമമായ ബോധ്യമാണ്. മൂന്നാമതായി പൗലോസ്ലീഹ മുൻപോട്ട് വെക്കുന്ന പ്രബോധനപരമായ കാര്യമെന്ന് പറയുന്നത്, നീതീകരണം എന്ന് പറയുന്നത് ദൈവം സൗജന്യമായും ഔദാര്യപൂർവവും ഒരുവന് നൽകുന്ന ഒരു ദാനമാണെന്നുള്ള വസ്തുതയാണ്. നാലാമതായി പൗലോസ്ലീഹ മുൻപോട്ട് വെക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ സവിശേഷതകളാണ്. ഈ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ലേഖനത്തിന്റെ പ്രബോധനപരമായ ഉള്ളടക്കമെന്ന് പറയുന്നത്. പൗലോസ്ലീഹായുടെ അപ്പസ്തോലിക ശുശ്രൂഷയെ പറ്റിയുള്ള സ്വയ അവബോധം. രണ്ടാമത്, താൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ അനന്യതയെ പറ്റിയുള്ള പൗലോസ്ലീഹായുടെ ബോധ്യം. മൂന്നാമത്, നീതീകരണം എന്ന് പറയുന്നത് ഒരുവന് ദൈവം കനിഞ്ഞു നൽകുന്ന സൗജന്യമായ ഔദാര്യപൂർവമായ ദാനമാണെന്നുള്ള ബോധ്യം. നാലാമത്, ക്രിസ്തീയ ജീവിതത്തിന്റെ സവിശേഷത. ഈ 4 കാര്യങ്ങളാണ് പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെ വളരെ ശക്തമായി മുൻപോട്ട് വയ്ക്കുന്ന പ്രബോധനപരമായ കാര്യങ്ങൾ. അടുത്തതായി നാം കാണാൻ പോകുന്നത് ഗലാത്യർക്കുള്ള ലേഖനത്തിന്റെ പൊതുവായ ഘടനയെപ്പറ്റിയാണ്. ഈ ലേഖനത്തിന്റെ പൊതുവായ ഘടനയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇതിന് 3 ഭാഗങ്ങളുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ആമുഖം, 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 10-ാം വാക്യം വരെ നീളുന്ന ഒരു ആമുഖം. രണ്ടാമതായി
1 അധ്യായം 11 വാക്യം മുതൽ 6 അധ്യായം 10 വാക്യം വരെ നീളുന്ന ഈ ലേഖനത്തിൻ്റെ മുഖ്യ ഭാഗം, 3-ാമതായി 6 അധ്യായം 11 വാക്യം മുതൽ 18 വാക്യം വരെ നീളുന്ന ഇതിൻ്റെ ഒരു ഉപസംഹാരം. ഇങ്ങനെ 3 ഭാഗങ്ങളായി നമുക്ക് ഈ ലേഖനത്തെ ഘടനാപരമായി നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. ഒന്നാമത്, ഈ ലേഖനത്തിൻ്റെ ആമുഖ ഭാഗം 1 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇതിലൂടെ കടന്നു പോകുമ്പോൾ 1 അധ്യായം 1-2 വാക്യങ്ങളിൽ ഈ ലേഖനം ആരാണ് എഴുതുന്നതെന്നും ആർക്ക് വേണ്ടിയാണ് എഴുതുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസും മറ്റ് സഹോദരരും ഗലാത്യയിലെ സഭകൾക്ക് വേണ്ടി എഴുതുന്നു. അപ്പോൾ ഇത് എഴുതുന്നത് പൗലോസ്ലീഹായാണ്, എഴുതപ്പെടുന്നത് ഗലാത്യയിലുള്ള സഭാവിശ്വാസികൾക്ക് വേണ്ടിയാണ്. 1 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പൗലോസ്ലീഹ ഗലാത്യയിലെ സഭകൾക്ക് നേരുന്ന അഭിവാദനമാണ്. അതിൽ ഒരു ആശീർവാദം അടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം തിന്മ നിറഞ്ഞ ലോകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ഭാഗവും കൂടെയുണ്ട്. 1 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് നേരുന്ന അഭിവാദനമാണ് നമ്മൾ കാണുന്നത്. തുടർന്ന് 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയെ ഉത്ബോധിപ്പിക്കുന്നതും ശാസിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നു. ഈ ആമുഖത്തിന് ശേഷം ഈ ലേഖനത്തിൻ്റെ പ്രധാന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 1 അധ്യായം 11 മുതൽ 6 അധ്യായം 10 വരെയുള്ള തിരുവചനങ്ങൾ. ഇതിൽ 1 അധ്യായം 11 വാക്യം മുതൽ 24 വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ്ലീഹ തൻ്റെ ആത്മകഥാപരമായ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. നമ്മൾ മുൻപ് കണ്ടതുപോലെ തൻ്റെ ആദ്യ ജീവിതത്തെ, ക്രിസ്ത്യാനി ആകുന്നതിന് മുൻപുള്ള ജീവിതത്തെ പറ്റിയും ക്രിസ്ത്യാനി ആയതിനു ശേഷം ഉള്ള കാര്യങ്ങളെപ്പറ്റിയും എല്ലാം വ്യക്തമായി പ്രതിപാദിക്കുന്ന ഭാഗമാണ് 1 അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. 2 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ജെറുസലേം സുനഹദോസിനെ പറ്റിയുള്ള പൗലോസ്ലീഹായുടെ വിവരണങ്ങളാണ്. അടുത്തതായി 2 അധ്യായം 11 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ത്യോക്യയിൽ വെച്ച് വിശുദ്ധ പത്രോസ്ലീഹ പരിച്ഛേദനം ചെയ്യാത്ത വിജാതീയ ക്രിസ്ത്യാനികളോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചതിനെ പറ്റിയുള്ള ആ സംഭവത്തെ പറ്റിയുള്ള വിവരണമാണ് നമ്മൾ കാണുന്നത്. അടുത്തത് 3 അധ്യായം 1 മുതൽ 5 അധ്യായം 12 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ അധ്യായങ്ങളിൽ ദൈവശാസ്ത്രപരമായ വാഗ്വാദങ്ങളും ദൈവശാസ്ത്രപരമായ ചിന്തകളും പൗലോസ്ലീഹ മുൻപോട്ട് വയ്ക്കുകയാണ്. വളരെ പ്രത്യേകമായി വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം എന്ന വിഷയത്തെപ്പറ്റി ഗലാത്യരുടെ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയും വേദഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയും വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്ന് പൗലോസ്ലീഹ വളരെ വ്യക്തമായും ശക്തമായും സ്ഥാപിക്കുകയാണ്. ഈ ഭാഗത്ത് 3 അധ്യായം 1 മുതൽ 4 അധ്യായം 7 വാക്യം വരെയുള്ള ഭാഗത്തിൽ നിയമത്തെപ്പറ്റിയും ആത്മാവിനെ പറ്റിയും പുത്രസ്വീകാര്യത്തെ പറ്റിയുമെല്ലാം പൗലോസ്ലീഹ പ്രതിപാദിക്കുന്നു. അടുത്തതായി 4 അധ്യായം 8 വാക്യം മുതൽ 31 വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് കൊടുക്കുന്ന വ്യക്തമായ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് മൂലം, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് മൂലം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ഉള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കപ്പെട്ട സഭാമക്കൾ ഒരിക്കലും വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന നിയമത്തിൻ്റെ നുകത്തിനടിയിൽ ചെന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്നുള്ള ആഹ്വാനമാണ് 4 അധ്യായം 8 വാക്യം മുതൽ 31 വാക്യം വരെയുള്ള ഭാഗത്ത് പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് നൽകുന്നത്. ഇതേ തുടർന്ന് 5 അധ്യായം 13 വാക്യം മുതൽ 6 അധ്യായം 10 വാക്യം വരെയുള്ള ഭാഗത്ത് ഗലാത്യയിലെ സഭയ്ക്ക് പൗലോസ്ലീഹ നൽകുന്ന ധാർമ്മികമായ ഉപദേശങ്ങളാണ് നാം കണ്ടുമുട്ടുന്നത്. ഇതിൽ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണെന്നും ദൈവമക്കളാകാനുള്ള സ്വാതന്ത്ര്യം, നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്നേഹപൂർവമായ ശുശ്രൂഷയ്ക്കാണെന്നും അതുപോലെ തന്നെ ആത്മാവിൽ ജീവിക്കുന്നവരുടെയും ശരീരത്തിൽ ജീവിക്കുന്നവരുടെയും വ്യത്യാസത്തെപ്പറ്റിയും നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയുമെല്ലാം പൗലോസ്ലീഹ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. തുടർന്ന് 5 അധ്യായം 13 മുതൽ 6 അധ്യായം 10 വരെയുള്ള വാക്യങ്ങളിൽ ഗലാത്യയിലെ സഭയ്ക്ക് പൗലോസ്ലീഹ കൊടുക്കുന്ന ധാർമ്മികമായ ഉപദേശങ്ങളാണ് നാം കണ്ടുമുട്ടുന്നത്. തുടർന്ന് 5 അധ്യായം 13 മുതൽ 6 അധ്യായം 10 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് കൊടുക്കുന്ന ധാർമ്മികമായ ഉപദേശങ്ങളാണ്.
ഈ ധാർമ്മികമായ ഉപദേശങ്ങളിൽ ആത്മാവിൻ്റെ ഫലം സ്നേഹമാണെന്നും നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം സ്നേഹപൂർവമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുഖമുദ്രയെന്നും അതുപോലെ തന്നെ ആത്മാവിൽ ജീവിക്കുന്നവരുടെയും ശരീരത്തിൽ ജീവിക്കുന്നവരുടെയും പുണ്യങ്ങളും പാപങ്ങളുടെയും ഒരു പട്ടികയുമൊക്കെ പൗലോസ്ലീഹ ഈ ഭാഗത്ത് നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നു. അവസാനമായി ഈ ലേഖനത്തിൻ്റെ ഉപസംഹാര ഭാഗമായ 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിൽ പൗലോസ്ലീഹ സ്വന്തം കൈപ്പടയിൽ ആണ് ഈ ലേഖനം എഴുതിയതെന്നും തൻ്റെ ഈ ലേഖനത്തിൻ്റെ സന്ദേശത്തിൻ്റെ രത്നചുരുക്കവും ഗലാത്യയിലെ സഭയ്ക്ക് കൊടുക്കുന്ന അന്തിമ നിർദ്ദേശങ്ങളും അവർക്ക് നൽകുന്ന ആശീർവാദവുമാണ് നാം കണ്ടുമുട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പൊതുവായ ഘടനയെപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായി നാം കാണാൻ പോകുന്നത് ഈ ലേഖനത്തിലൂടെ പൗലോസ്ലീഹ മുൻപോട്ട് വയ്ക്കുന്ന വാദങ്ങളെപ്പറ്റിയും മുൻപോട്ട് വയ്ക്കുന്ന തത്വങ്ങളെപ്പറ്റിയുമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്തമായ സുവിശേഷം ഗലാത്യരുടെ ഇടയിൽ പ്രസംഗിച്ച ആളുകൾ അവരുടെ അജണ്ട എന്ന് പറയുന്നത് പൗലോസ്ലീഹായുടെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ ആധികാരികതയെപ്പറ്റിയും അതുപോലെ പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷത്തിന്റെ ആധികാരികതയെപ്പറ്റിയുമുള്ള സംശയങ്ങൾ തങ്ങളുടെ ശ്രോതാക്കളിൽ ഉളവാക്കുക എന്നതായിരുന്നു. അതോടൊപ്പം അവർ തോറായുടെയും നിയമാനുഷ്ഠാനത്തിൻ്റെയും പരിച്ഛേദനത്തിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെയും തങ്ങളുടെ സുവിശേഷത്തിലൂടെ മുൻപോട്ട് വയ്ക്കുകയുണ്ടായി. ഇവരുടെ ഈ വാദങ്ങൾക്കുള്ള മറുപടിയും അതിനെ എങ്ങനെ പൗലോസ്ലീഹ ഖണ്ഡിക്കുന്നു എന്നുള്ളതുമാണ് ഈ ലേഖനത്തിലുടനീളം നമ്മൾ കാണുന്നത്. ആദ്യമായി നമ്മൾ കാണുന്നത് പൗലോസ്ലീഹ തൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയെപ്പറ്റിയും തൻ്റെ സുവിശേഷത്തെ പറ്റിയുമുള്ള ആധികാരികതയെ അവർ ചോദ്യം ചെയ്യുന്നതിനുള്ള മറുപടി നൽകുന്നതാണ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യരിൽ നിന്നോ മനുഷ്യൻ മുഖേനയോ അല്ല, യേശുക്രിസ്തു മുഖേനയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവ് മുഖേനയും അപ്പോസ്തലനായിരിക്കുന്ന പൗലോസായ ഞാൻ. തുടർന്ന് 1-ാം അധ്യായം 11-ാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്: സഹോദരരെ, ഞാൻ പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. 12-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ മനുഷ്യനിൽ നിന്നല്ല ഞാനത് സ്വീകരിച്ചത്, ആരും അതിനെ പഠിപ്പിച്ചതുമല്ല, യേശുക്രിസ്തുവിന്റെ വെളിപാടിലൂടെയാണ് എനിക്ക് അത് ലഭിച്ചത്. ഗലാത്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ 2-ാം അധ്യായം 21-ാം വാക്യം വരെയുള്ള ഭാഗത്ത് പൗലോസ്ലീഹ വളരെ ശക്തമായി തൻ്റെ അപ്പസ്തോലിക ശുശ്രൂഷയുടെ ആധികാരികതയെപ്പറ്റി നമ്മോട് പ്രതിപാദിക്കുന്നു. തൻ്റെ ഈ ശുശ്രൂഷ ദൈവികമാണ്, മാനുഷികമല്ല എന്ന് പൗലോസ്ലീഹ സ്ഥാപിക്കുകയാണ്. തുടർന്ന് വരുന്ന 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം അധ്യായം 31-ാം വാക്യം വരെയുള്ള ഭാഗമാണ് ഈ ലേഖനത്തിൻ്റെ ഹൃദയഭാഗമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഈ ഭാഗത്തിലാണ് വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ഈ ലേഖനത്തിൻ്റെ മുഖ്യ പ്രതിപാദ്യ വിഷയമായ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം എന്ന വിഷയത്തെ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം എന്ന ഈ വിഷയം ഇത്ര വ്യക്തമായി പൗലോസ്ലീഹ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ മുൻപ് കണ്ടതുപോലെ ഈ എതിർഭാഗക്കാർ, വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിച്ചവർ നിയമാനുഷ്ഠാനത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന വാദഗതിയാണ് മുൻപോട്ട് വെച്ചത്. അവരുടെ ഈ വാദഗതിയെ തോറയുടെ അനുഷ്ഠാനത്തിലൂടെ മാത്രം സംഭവിക്കുന്ന നീതീകരണം എന്ന അവരുടെ ഈ വാദഗതിയെ പൗലോസ്ലീഹ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം അധ്യായം 31-ാം വാക്യം വരെയുള്ള ഈ ഭാഗത്തിലൂടെ വളരെ കൃത്യമായി ഖണ്ഡിക്കുകയാണ്. പൗലോസ്ലീഹ ഈ വാദമുഖങ്ങളെ ഖണ്ഡിക്കുന്നത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻപോട്ട് വെച്ചുകൊണ്ടാണ്. ഒന്നാമതായി, ഒരുവന് ആത്മാവിനെ ലഭിക്കുന്നത് വിശ്വാസത്തിലൂടെയാണ്, നിയമത്തിലൂടെയല്ല, നിയമാനുഷ്ഠാനത്തിലൂടെയല്ല എന്നുള്ള കാര്യമാണ്. 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹ അത് പറയുന്നു. വിശ്വാസത്തിലൂടെയാണ് നമുക്ക് ആത്മാവിനെ ലഭിക്കുന്നത്, നിയമാനുഷ്ഠാനത്തിലൂടെയല്ല. രണ്ടാമതായി പൗലോസ്ലീഹ മുൻപോട്ട് വെക്കുന്നത് അബ്രഹാമിന്റെ ഉദാഹരണമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്തിലൂടെയാണ്, പ്രവൃത്തികളിലൂടെയല്ല എന്ന് പൗലോസ്ലീഹ വിശുദ്ധ ലിഖിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമ്മളോട് പ്രസ്താവിക്കുകയാണ്. 3-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ഇത് കണ്ടുമുട്ടുന്നത്. ഇനി മൂന്നാമതായി പൗലോസ്ലീഹ മുമ്പോട്ട് വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അബ്രഹാമുമായി ദൈവം നടത്തിയ ഉടമ്പടിക്ക് ശേഷം 430 വർഷങ്ങൾക്കപ്പുറം നടന്ന
സീനായി മലയിലെ ഉടമ്പടി അതൊരിക്കലും അബ്രഹാമുമായി ചെയ്ത ഉടമ്പടിയെ നിരാകരിക്കുന്നില്ല, അതിനെ അസാധുവാക്കുന്നില്ല എന്നുള്ളത് പൗലോസ്ലീഹ മുമ്പോട്ട് വയ്ക്കുകയാണ്. അബ്രഹാമുമായി ദൈവം നടത്തിയ ഉടമ്പടി, ആ ഉടമ്പടിയെ ഒരിക്കലും സീനായി മലയിൽ വെച്ച് ഇസ്രായേൽ ജനവുമായി ദൈവം നടത്തിയ ഉടമ്പടി അസാധുവാക്കുന്നില്ല എന്ന് പൗലോസ്ലീഹ വ്യക്തമായി പറയുന്നു 3-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ. അപ്പോൾ വിശ്വാസത്തിലൂടെ നീതീകരണം എന്ന തൻ്റെ ആശയത്തിന് അടിസ്ഥാനമായി പൗലോസ്ലീഹ മുൻപോട്ട് വെക്കുന്ന 3 വാദങ്ങൾ എന്ന് പറയുന്നത്, ആത്മാവ് നൽകപ്പെടുന്നത് വിശ്വാസത്തിലൂടെയാണ്, നിയമാനുഷ്ഠാനത്തിലൂടെയല്ല. 2, അബ്രഹാമിന്റെ ഉദാഹരണം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ്. 3-ാമതായി സീനായി മലയിൽ ഇസ്രായേൽ ജനവുമായി ദൈവം നടത്തിയ ഉടമ്പടി 430 വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാമുമായി നടത്തിയ ഉടമ്പടിയെ അസാധുവാക്കുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് പൗലോസ്ലീഹ മുഖ്യമായി എടുത്തു കാട്ടുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം പൗലോസ്ലീഹ ആരുടെയും മനസ്സിൽ സ്വാഭാവികമായി ഉയരുന്ന ഒരു സംശയത്തിന് മറുപടി നൽകാൻ ശ്രമിക്കുകയാണ്. വിശ്വാസം വഴിയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെങ്കിൽ നിയമത്തിന്റെ ആവശ്യം എന്താണ്? നിയമം അസാധുവാകുകയാണോ? നിയമത്തിന് രക്ഷാകരമായ ഒരു മാനമില്ലേ? ദൈവം തന്നെയല്ലേ ഈ നിയമം നൽകിയത്? അപ്പോൾ വിശ്വാസം വഴി നീതീകരിക്കപ്പെടുന്നെങ്കിൽ എന്തിനാണ് നിയമം? ഈ ചോദ്യത്തിന് ഉത്തരമാണ് പൗലോസ്ലീഹ തുടർന്ന് നൽകാൻ ശ്രമിക്കുന്നത്. പൗലോസ്ലീഹ പറയുന്നതനുസരിച്ച് നിയമം വിശ്വാസം വഴി നമ്മൾ നീതീകരിക്കപ്പെടുന്നത് വരെ ആവശ്യമായിരുന്നു, നമ്മുടെ കാവലായി അത് നിന്നിരുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ സ്വീകരിച്ച നാം ഇനിമേൽ നിയമത്തിന് അധീനരല്ല എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. അതായത് നിയമം വഴിയുള്ള നീതീകരണം, നിയമത്തിന്റെ അനുഷ്ഠാനം വഴിയുള്ള നീതീകരണം അതിൽ തന്നെ അപൂർണമാണ്. അതിന് വിശ്വാസം വഴിയുള്ള നീതീകരണത്തിന്റെ താഴെ ഒരു സ്ഥാനം മാത്രമാണ് ഉള്ളത്. കാരണം നിയമം എപ്പോഴും അധീനപ്പെടുത്തുന്ന, അടിമപ്പെടുത്തുന്ന ഒന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരുവനെ സ്വതന്ത്രനാക്കുകയാണ്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരുവനെ പിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ സഹായിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ നിയമം തെറ്റാണ് എന്നല്ല, നിയമം യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ആവിർഭവിക്കുന്നത് വരെ ആവശ്യമായിരുന്നു. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരുവൻ നീതീകരിക്കപ്പെടുമ്പോൾ നിയമത്തിന് അധീനനാവുകയല്ല, നിയമത്തിന് അതീതനാവുകയാണെന്ന് പൗലോസ്ലീഹ വ്യക്തമായി നമ്മളോട് പറയുകയാണ്. ഇതേ തുടർന്നുള്ള ഭാഗം 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം അധ്യായം 10-ാം വാക്യം വരെയുള്ള വചനങ്ങളിലൂടെ പൗലോസ്ലീഹ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം എങ്ങനെ ഒരുവന്റെ പ്രായോഗികമായ ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി പ്രതിപാദിക്കുകയാണ്. 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൂടെ ക്രിസ്തുവിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിമോചിപ്പിക്കപ്പെട്ട നാം ഇനി ഒരിക്കലും നിയമത്തിന്റെ നുകത്തിന് അധീനരാകരുതെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. നിയമാനുഷ്ഠാനം ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഹനിക്കുന്നുവെന്ന് പൗലോസ്ലീഹ വ്യക്തമായി ഈ ഭാഗത്തിലൂടെ പറയുകയാണ്. 5 തരത്തിലാണ് നിയമം ഒരുവനെ നുകത്തിന് അടിമപ്പെടുത്തുന്നത്. ഒന്നാമതായി നിയമം ഒരു വിശ്വാസിയെ അടിമപ്പെടുത്തുകയാണ്. കാരണം നിയമത്തിൽ വിശ്വസിക്കുന്നവൻ ആ നിയമങ്ങളെല്ലാം പാലിക്കാൻ കടപ്പെട്ടവനാണ്. അത് അങ്ങനെ തന്നെ ഒരു നുകമായി മാറുന്നു. രണ്ടാമതായി ഈ നിയമം ഒരു വിശ്വാസിയെ കടക്കാരനായി മാറ്റുകയാണ്. മൂന്നാമതായി ക്രിസ്തുവിൽ നിന്ന് അവനെ വിച്ഛേദിക്കുന്നു, കൃപാവരത്തിൽ നിന്ന് അവനെ അകറ്റി നിർത്തുന്നു. നാലാമതായി സത്യത്തിലേക്കുള്ള വളർച്ചയിൽ, വിശുദ്ധിയിലേക്കുള്ള വളർച്ചയിൽ ഇതൊരു തടസ്സമായി നിൽക്കുന്നു. അഞ്ചാമതായി കുരിശിന്റെ ഭോഷത്വത്തെ തള്ളിപ്പറയാനും ക്രിസ്തുവിന്റെ മരണം അനാവശ്യമാണെന്ന് പറയാനും ഒരുവനെ പ്രേരിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ വഴിയാണ് നിയമം ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. നിയമം ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുമ്പോഴും ഈ സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസായി കണക്കാക്കരുതെന്നും പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയെയും നമ്മെയും ഉത്ബോധിപ്പിക്കുന്നുണ്ട്. 5-ാം അധ്യായം 13 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലൂടെ പൗലോസ്ലീഹ ഇത് വ്യക്തമായി നമ്മളോട് പറയുന്നു. ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്തും ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല, മറിച്ച് അത് ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നതിനും പാപത്തിൽ നിന്ന് വിടുതൽ നേടി സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നതിനുമുള്ള ഒരു വിളിയാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് വേണ്ടി, തനിക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമായി വിനിയോഗിക്കാനും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിന് സഹായകരമായിട്ടാണ്
പൗലോസ് ലീഹ 5-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ആത്മാവിന്റെ വ്യാപാരങ്ങളും ജഡത്തിന്റെ വ്യാപാരങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. ജഡത്തിന്റെ അഭിലാഷങ്ങളെ ആത്മാവിന്റെ ശക്തിയാൽ നിഹനിക്കണമെന്നും അതിജീവിക്കണമെന്നും പൗലോസ് ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇതും ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രകടനമാണ്, ഒരു എക്സ്പ്രഷനാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവൻ, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവന് ജഡത്തിന്റെ അഭിലാഷങ്ങളെയും ജഡത്തിന്റെ വ്യാപാരങ്ങളെയും അതിജീവിക്കാനും അതിനെ നേരിട്ട് വിജയിക്കാനും സാധിക്കുമെന്ന് പൗലോസ് ലീഹ നന്നായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ ഈ ക്രിസ്തീയ സ്വാതന്ത്ര്യം എങ്ങനെ മറ്റുള്ളവരോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലനമാകണമെന്ന് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനും സേവിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണെന്ന് പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് 6-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലൂടെ വ്യത്യസ്തമായ സുവിശേഷം പ്രചരിപ്പിക്കുന്നവരുടെ കപടതയെ തിരിച്ചറിയണമെന്നും പരിച്ഛേദന കർമ്മം നടത്തുന്നത് വഴി ശരീരത്തിൽ മേന്മ ഭാവിക്കാതെ ക്രിസ്തുവിൽ അഭിമാനം കൊള്ളുന്നവരായി ജീവിക്കണമെന്നും പൗലോസ് ലീഹ തൻ്റെ പ്രിയപ്പെട്ട ഗലാത്തിയിലെ സഭാവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയും അവർക്ക് ആശീർവാദം നേരുകയും ചെയ്തുകൊണ്ട് ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഗലാത്യർക്കുള്ള ലേഖനത്തിലൂടെ പൗലോസ് ലീഹ പ്രധാനപ്പെട്ട 5 പ്രതിപാദ്യ വിഷയങ്ങളാണ് മുൻപോട്ട് വെക്കുന്നത്. 1. വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം. 2. നിയമത്തിൻ്റെ പങ്ക്. 3. പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ്. 4. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. 5. സഹോദരങ്ങളോടുള്ള സ്നേഹം. ഈ 5 വിഷയങ്ങളാണ് പ്രധാനപ്പെട്ട തീമുകളായി പൗലോസ് ലീഹ മുൻപോട്ട് വെക്കുന്നത്. ഇതിൽ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വിശ്വാസം ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, നിയമാനുഷ്ഠാനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പൗലോസ് ലീഹ പറയുകയാണ്. ഇതിൽ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞു. പൗലോസ് ലീഹ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളിലൂടെയല്ല, നിയമാനുഷ്ഠാനത്തിലൂടെയല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ നാം വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടുന്നു. ഇതിൽ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ വ്യക്തമായി കണ്ടു കഴിഞ്ഞു. പൗലോസ് ലീഹ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് പ്രവൃത്തികളാലല്ല, നിയമാനുഷ്ഠാനത്താലല്ല, മറിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ നിയമത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കുന്നു എന്ന് പൗലോസ് ലീഹ വ്യക്തമായി നമ്മളോട് പറയുകയാണ്. അടുത്തതായി പൗലോസ് ലീഹ പറയുന്നത് നിയമത്തിൻ്റെ പങ്കിനെ പറ്റിയാണ്. നിയമത്തെപ്പറ്റി ഒരല്പം നിഷേധാത്മകമായ രീതിയിലാണ് പൗലോസ് ലീഹ ഈ ലേഖനത്തിൽ സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പല അവസരങ്ങളിലും കൃത്യമായി പറയുന്നുണ്ട്. 2-ാം അധ്യായം 16-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 3-ാം അധ്യായം 11-ാം വാക്യത്തിലുമെല്ലാം പൗലോസ് ലീഹ വളരെ വ്യക്തമായി പറയുന്നു, ആരും നിയമത്താൽ നീതീകരിക്കപ്പെടുന്നില്ല. നിയമത്തിന് അനുസൃതമായി ജീവിക്കുന്നവരെല്ലാവരും നിയമത്തിൻ്റെ ശാപത്തിന് അടിയിലാണ്. എന്നാൽ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഈ ശാപത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതെന്ന് പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിയമത്തിൻ്റെ അനുഷ്ഠാനം അതിൽ തന്നെ തെറ്റാണ് എന്നതിനേക്കാളും ഉപരി നിയമാനുഷ്ഠാനം ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ കിട്ടുന്ന നീതീകരണത്തിനും വളരെയധികം താഴെയാണ് നിയമത്തിൻ്റെ അനുഷ്ഠാനമെന്ന് പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി പൗലോസ് ലീഹയുടെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് പുത്രസ്വീകാര്യത്തെ പറ്റിയുള്ള ഒരു ആശയമാണ്. വിശ്വാസത്തിലൂടെ ദൈവത്തിന് മക്കളായി തീർന്ന നാം ഓരോരുത്തരും മാമോദീസായിലൂടെ ക്രിസ്തുവിനെ ധരിക്കുകയും അതുവഴി അബ്രാഹത്തിന്റെ മക്കളായി തീരുകയും ചെയ്യുകയാണ്. വിശ്വാസം വഴിയുള്ള നീതീകരണം, വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്ന ഈ ആത്മാവ് വഴി, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ് വഴി നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിന് അവകാശികളായി തീരുകയാണ്. ഇവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഒരു വ്യത്യാസവുമില്ല എന്ന് പൗലോസ് ലീഹ വ്യക്തമായി പറയുന്നു. നമ്മളെല്ലാവരും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുന്നത് വഴി വിശ്വാസത്താൽ സ്വതന്ത്രരായി തീർന്നിരിക്കുന്നുവെന്ന് പൗലോസ് ലീഹ വ്യക്തമായി പറയുകയാണ്. ഈ സ്വാതന്ത്ര്യം പാപത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു. അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ ആ ഉടമ്പടിയുടെ അനന്തരാവകാശികൾ എന്ന നിലയിൽ സീനായിൽ മലയിൽ വെച്ച് ദൈവം നടത്തിയ നിയമത്തിന്റെ ഉടമ്പടിക്ക് അധീനരല്ല നാം എന്നുകൂടെ പൗലോസ് ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതും നമുക്ക് നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് പൗലോസ് ലീഹ വ്യക്തമായി നമ്മളോട് പറയുന്നു.
അടുത്തതായി പൗലോസ്ലീഹ മുൻപോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യമാണ്. ക്രിസ്തീയ ജീവിതം അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒന്നല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നതാണെന്ന് പൗലോസ്ലീഹ വ്യക്തമായി പറയുകയാണ്. കാരണം ക്രിസ്തു നമ്മെ പാപത്തിൻ്റെയും നിയമത്തിൻ്റെയും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചടുപ്പിച്ചിരിക്കുന്നുവെന്ന് പൗലോസ്ലീഹ പറയുകയാണ് 5-ാം അധ്യായം 1-ാം വാക്യത്തിലും 5-ാം അധ്യായം 13-ാം വാക്യത്തിലും. എന്നാൽ ഈ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് വേണ്ടിയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണെന്ന് കൂടെ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്തതായി നാം കണ്ടുമുട്ടുന്നത് അയൽക്കാരനോടുള്ള സ്നേഹം എന്ന പ്രതിപാദ്യ വിഷയമാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ട നാം ഈ സ്വാതന്ത്ര്യം അപരനോടുള്ള സ്നേഹമായി പരിവർത്തനം ചെയ്യണമെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. പരസ്പരം ദാസന്മാരെ പോലെ സ്നേഹത്തോടെ സേവിക്കുവനെന്ന് പൗലോസ്ലീഹ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ഒറ്റ കൽപ്പനയിൽ സകല നിയമവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ വീണ്ടും ശക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രിസ്തീയ സ്വാതന്ത്ര്യം ഒരുവനെ സ്നേഹത്തിലേക്കും സേവനത്തിലേക്കും സഹോദര സ്നേഹത്തിലേക്കും നയിക്കുന്നുവെന്ന് പൗലോസ്ലീഹ അടിവരയിട്ട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ഈ ലേഖനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടിയ കാര്യങ്ങളെ ഒന്നുകൂടെ ചുരുക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ ലേഖനത്തിൻ്റെ രചയിതാവ് പൗലോസ്ലീഹ തന്നെയാണെന്ന് മനസ്സിലാക്കി. ഈ ലേഖനം എഴുതപ്പെടുന്നത് ഗലാത്യയിലുള്ള സഭകൾക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി. AD 54-നും 58-നും ഇടയിലാണ് ഈ ലേഖനം രചിക്കപ്പെടാൻ ഇടയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. പൗലോസ്ലീഹയുടെ ആത്മകഥാപരമായ പല കാര്യങ്ങളും വിവരങ്ങളും ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി. പൗലോസ്ലീഹ എന്തിന് ഈ ലേഖനം എഴുതി എന്നതിനെപ്പറ്റി നമ്മൾ കണ്ടു. പൗലോസ്ലീഹയുടെ അപ്പസ്തോലിക ശുശ്രൂഷയും പൗലോസ്ലീഹ പ്രസംഗിച്ച സുവിശേഷത്തിൻ്റെ ആധികാരികതയും പൗലോസ്ലീഹ എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ താൻ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ സുവിശേഷം പ്രസംഗിച്ച ആളുകളുടെ വാദമുഖങ്ങളെ കൃത്യമായി വേദപുസ്തകത്തിലൂടെയും വസ്തുനിഷ്ഠമായും പൗലോസ്ലീഹ എങ്ങനെയാണ് ഈ ലേഖനത്തിലൂടെ നേരിടുന്നതെന്ന് നമ്മൾ കണ്ടുമുട്ടി. വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം, നിയമത്തിൻ്റെ പങ്ക്, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം, പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ്, മറ്റുള്ളവരോട് നാം കാണിക്കേണ്ട സ്നേഹം എന്നീ മുഖ്യ പ്രതിപാദ്യ വിഷയങ്ങളും നമ്മൾ കണ്ടുമുട്ടി. പൗലോസ്ലീഹയുടെ പ്രബോധനപരമായ ലേഖനങ്ങളിൽപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നായ ഗലാത്യർക്കുള്ള ലേഖനം അതിനുശേഷം എഴുതപ്പെട്ട ലേഖനങ്ങളുടെ, പ്രത്യേകിച്ച് റോമാക്കാർക്കുള്ള ലേഖനങ്ങളുടെയൊക്കെ അടിസ്ഥാനമായി മാറുന്നത് എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലേഖനം നമ്മുടെ മുമ്പിൽ എടുത്തു കാട്ടുന്ന, വരച്ചു കാട്ടുന്ന പ്രതിപാദ്യ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മളെ അതിന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.